നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബംഗാളിൽ കോൺഗ്രസ് അല്ല, മറിച്ച് തൃണമൂൽ കോൺഗ്രസ് ആണ് തകർന്നത്. കോൺഗ്രസിന് ഇപ്പോഴും വലിയ തോതിൽ അവരുടെ ആശയങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന, അവരുടെ ആശയങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ താല്പര്യമുള്ള ജനവിഭാഗങ്ങളുണ്ട്. അവരിലേക്ക് കൃത്യമായൊരു ഐഡിയോളജിക്ക് വേണ്ടി മുഴുവൻ സമയ പ്രവർത്തനം നടത്താൻ കോൺഗ്രസിൻ്റെ വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് AICC നേതൃത്വം. ജാർഖണ്ഡിൽ നിന്നുള്ള വനിതാ MLA ആയ ചെറുപ്പക്കാരിയായിട്ടുള്ള അംബ പ്രസാദിനെ സംഘടനാ ചുമതല കൊടുത്ത് കൃത്യമായി ബംഗാളിലേക്ക് അവരോധിക്കാൻ നിർണായക നീക്കം നടത്തുന്നു. ഇതിനിടയിൽ BJP നേതൃത്വം പറയുന്നത് മഹുവ മൊയ്ത്രയും സൈനി ഘോഷും അടക്കം എല്ലാവരും BJPയിലേക്ക് ചേക്കേറും. വിമത MP-മാർ ഇനി അധിക നാൾ തൃണമൂൽ കോൺഗ്രസിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, പാർട്ടി എന്നേ പിളർന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തുള്ളവർ ഇനി എല്ലാവരും BJPയിലേക്ക് ചേരുന്ന സാഹചര്യമായിരിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞത്. ചില മേഖലയിലുള്ളവർ, പ്രത്യേകിച്ചും ഇന്ത്യ ടുഡേയിലൊക്കെ വന്ന വാർത്ത എന്ന് പറയുന്നത് കൃത്യമായും ഇനി CPIM അവിടെ തുഴച്ച് വളരും, അവർക്ക് പല ഓഫീസുകളും തിരികെ കിട്ടിയെന്നൊക്കെയാണ് തട്ടിവിടുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഫ്രണ്ട് ലൈനിൽ വരുന്ന കോളമോ അതല്ലെങ്കിൽ ഇന്ത്യ ടുഡേയിൽ വരുന്ന വാർത്തയോ ഒന്നുമല്ല. അവിടുത്തെ ബേസ് റിയാലിറ്റി എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. എന്നാൽ കൃത്യമായി BJPയെ എതിരിടുന്ന രീതിയിൽ കോൺഗ്രസിന് അവിടെ വേരോട്ടം തിരികെ കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെയാണോ ബൈഫുർക്കേഷന് ശേഷം ആന്ധ്രാപ്രദേശിൽ തെലങ്കാന മേഖലയിൽ മാത്രം കോൺഗ്രസ് തഴച്ചു വളർന്നത്, അതുപോലെ നേതൃപാടവത്തിന് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന പല യുവ നേതാക്കളുമുണ്ട്. അവർ തീർച്ചയായും കോൺഗ്രസിന് വേണ്ടി തെരുവിലിറങ്ങി പോരാടുക തന്നെ ചെയ്യും എന്നാണ് കോൺഗ്രസിൻ്റെ മുൻ MP-യും കോൺഗ്രസിൻ്റെ മുൻ ലോക്സഭാ പാർട്ടിയുടെ നേതാവുമായിരുന്ന അധർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുന്നത്. തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച യൂസഫ് പത്താൻ അടക്കം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്ത് യോജിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള MLA-മാരും അതുപോലെ തന്നെ അവിടെയുള്ള ഭൂരിഭാഗം സെക്യുലർ ജനവിഭാഗങ്ങളും ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം അണിയറയിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്നു. BJPയുടെ വർഗീയതയോട് കിടപിടിക്കാൻ കോൺഗ്രസിന് മാത്രമേ ഈ രാജ്യത്ത് സാധിക്കുകയുള്ളൂ. അതിന് ചെറുതായാലും വലിയ തോതിലായിരുന്നാലും എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു എന്ന് അധർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുകയാണ്. ജാർഖണ്ഡിൽ മികച്ച രീതിയിലാണ് JMM-ഉം കോൺഗ്രസും മുന്നോട്ട് പോകുന്നത്. രാജ്യസഭയിൽ ഉണ്ടായ കോൺഗ്രസിൻ്റെ പരാജയം അതവർ ചോദിച്ചു വാങ്ങിച്ചതാണ്. അതവരുടെ അധികാര ധാർഷ്ട്യം കൊണ്ടുണ്ടായതാണ്. എന്തും കാണിച്ചാൽ MLA-മാർക്കിടയിൽ വില പോവുകയില്ല എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടായിരിക്കണം. അതില്ലാത്ത പക്ഷം വലിയ വില കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന്, പ്രത്യേകിച്ചും അധ്യക്ഷനും അതുപോലെ പ്രധാനികളായ നേതാക്കൾക്കും കൊടുക്കേണ്ടി വരുമെന്ന തിരിച്ചറിവ് ജാർഖണ്ഡിൻ്റെ കാര്യത്തിൽ വ്യക്തമാണ്. ബംഗാളിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കപ്പെടേണ്ടതായി ഉണ്ട് എന്നും അധർ രഞ്ജൻ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്.